Meet the editors. രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പദവിയിൽ നിന്ന് പുറത്താക്കണ്ടേ എന്നാണ് ഇന്നത്തെ മീറ്റ് ദി എഡിറ്റേഴ്സിലെ ചോദ്യം. ചോദ്യത്തിലേക്ക് കടക്കും മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്താണ് യുവതിയോട് കാട്ടിയത്, എന്താണ് യുവതി പോലീസിനോട് പറഞ്ഞത് എന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. കുറച്ച് ദീർഘമായിട്ടുള്ള ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റാണ് ഇന്ന് FIR-നോടൊപ്പം പോലീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പോലീസിൻ്റെ രേഖകൾ പ്രകാരം പോലീസിനോട് വിദേശത്തുള്ള ഈ യുവതി വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി നൽകിയപ്പോൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ്. ഇതിൽ ഈ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് ഈ ഫസ്റ്റ് ഇൻഫർമേഷനിൽ പറയുന്ന സംഭവം നടന്ന സ്ഥലം, ഈ പെൺകുട്ടിയുടെ സ്വദേശം, പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ, പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്താവുന്ന മറ്റ് സൂചനകൾ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ FIS-നെ ഇങ്ങനെയാണ് വിശകലനം ചെയ്യുക. സംഭവം നടക്കുന്നത് 2024-ലാണ്. പക്ഷേ 2023 സെപ്റ്റംബറിൽ നാട്ടിലുള്ള ബാല്യകാല സുഹൃത്തായ മറ്റൊരു രാഹുലിന് വാട്സപ്പ് വഴി ഒരു ഫ്ലിപ്കാർട്ട് ലിങ്ക് അയച്ചു നൽകിയത് മാറി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്പറിലേക്കാണ് പോയത്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി അങ്ങോട്ട് മെസ്സേജ് അയക്കുകയായിരുന്നില്ല. നാട്ടിലുള്ള രാഹുൽ എന്ന് പറയുന്നൊരു സുഹൃത്തിന് അയച്ച മെസ്സേജ് തെറ്റായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെസ്സേജിലേക്ക് പോകുന്നു. തെറ്റായ ഒരു മെസ്സേജിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ അടുത്ത ദിവസം മുതൽ ഹായ്, ഹലോ തുടങ്ങിയ മെസ്സേജുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്പറിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്നു തുടങ്ങുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോട് നേരിട്ട് സംസാരിക്കാനല്ലായിരുന്നു കുട്ടിയുടെ താല്പര്യം. മറ്റൊരു രാഹുലിനെ അയച്ചത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തെങ്കിലും ആ നമ്പർ നോട്ട് ചെയ്ത് അതിലേക്ക് തുടർച്ചയായി ഹലോ, ഹായ് എന്നീ മെസ്സേജുകൾ അയക്കുന്നു. ഞങ്ങൾ പിന്നീട് സംസാരിക്കാനും എൻ്റെ വീടിനെക്കുറിച്ചും പപ്പയും മമ്മിയും അനുജത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചുമെല്ലാം രാഹുൽ വാട്സപ്പ് മെസ്സേജ് വഴി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ആദ്യമെല്ലാം വളരെ കാഷ്വലായി വർഷങ്ങളായി പരിചയമുള്ളയാളെ പോലെയാണ് രാഹുൽ സംസാരിച്ചത്. പിന്നീട് രാഹുൽ സ്ഥിരമായി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ മാരീഡാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുകയും ചെയ്തിരുന്നു. രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ പരിചയപ്പെടുമ്പോൾ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സേജല്ല, തെറ്റിവന്ന മെസ്സേജിൻ്റെ ലിങ്കിൽ പിടിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്. മാരീഡാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കൂടുതൽ സമയമെടുത്ത് രാഹുൽ എനിക്ക് മെസ്സേജുകൾ അയക്കുകയും പേഴ്സണൽ വിവരങ്ങൾ തിരക്കുകയും പതിവായി. കുട്ടികളില്ലാത്തത് എന്തെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും രാഹുൽ നിർബന്ധിച്ചപ്പോൾ ദാമ്പത്യത്തിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്ന് ഞാൻ വിഷമിച്ചു പറഞ്ഞു. അപ്പോൾ രാഹുലിന് എന്നെ ഹഗ് ചെയ്യാൻ തോന്നുന്നുവെന്ന് പറഞ്ഞു. സിമ്പതിയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് റെസ്പെക്റ്റ് ആണെന്നും ഇങ്ങനെ സഹിച്ച് ജീവിക്കാൻ എത്ര നാൾ കഴിയുമെന്നും എന്നോട് ചോദിച്ചു. എല്ലാവരെയും പ്രീതിപ്പെടുത്തി ആർക്കും എല്ലാ കാലവും ജീവിക്കാൻ കഴിയില്ലെന്നും എൻ്റെ ഹസ്ബൻഡുമായുള്ള റിലേഷൻഷിപ്പിൽ നിന്നും ഇറങ്ങി വരാനും എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അതായത് ഈ ദാമ്പത്യത്തിലെ വിള്ളലുകൾ കണ്ടെത്തി അവിടേക്കെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് ഈ വിവാഹത്തിൽ നിന്ന് ഇറങ്ങി വരികയും എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും വിവാഹ വാഗ്ദാനം, തനിക്ക് കുട്ടികളുണ്ടായാൽ തിരക്ക് കാരണം ക്വാളിറ്റി ഓഫ് ടൈം അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയില്ലെന്നും അവർക്ക് നല്ലൊരു അമ്മയെ വേണമെന്നും ഞാൻ നല്ലൊരു കമ്പാനിയനാണെന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. വിവാഹ വാഗ്ദാനം നൽകി കുട്ടികൾ വേണമെന്ന ഒരു ആവശ്യം വയ്ക്കുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയോട് നിരന്തരം വാട്സപ്പ് വഴി സൗഹൃദം സ്ഥാപിച്ച് വിശ്വാസം മുതലെടുക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിലെ ആദ്യത്തെ ഏറ്റവും പ്രസക്തമായ ഭാഗം. സ്മൃതി, നമ്മൾ കഴിഞ്ഞ 2 കേസുകളിലും കണ്ടതുപോലെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പരിചയം പിന്നീട് സൗഹൃദമാക്കി മാറ്റുന്നു. ആ സൗഹൃദത്തിലൂടെ പിന്നീട് ബന്ധം കൂടുതൽ സ്ഥാപിക്കുന്നു. നോക്കൂ, ഗൂഗിൾ പേയിലൂടെ പോലും മെസ്സേജ് അയച്ചു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നോക്കൂ, ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് തെറ്റായിട്ടൊരു സുഹൃത്തിന് അയച്ചപ്പോൾ ഈ നമ്പറിലേക്ക് പോയി എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതെന്ത് തന്നെയാണെങ്കിലും ആ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് ദാമ്പത്യത്തിലെ വിള്ളൽ കണ്ടെത്തി അവിടേക്ക് കടന്നു കയറാനാണ് രാഹുൽ ശ്രമിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് ആ പെൺകുട്ടി ആ മൊഴിയിൽ പറയുന്നത്. അതായത് ഈ ബന്ധം ഉപേക്ഷിച്ചു വന്നാൽ ഇത് രാഹുലിൻ്റെ ഒരു പാറ്റേൺ, ഒരു രീതിയുടെ ഒരു രീതിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ഒരു പാറ്റേണിന്റെ തുടക്കം നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഒരു പൊതു പാറ്റേൺ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കിയ 3 കേസുകളുടെ വിവരങ്ങളാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ആ വിവരങ്ങളിലെല്ലാം തന്നെ ഒരു പൊതു രീതിയുണ്ട്. ആ പൊതു രീതി ആദ്യം റെസ്പെക്റ്റ് കാണിക്കുന്നു, സൗഹൃദം കാണിക്കുന്നു. ആ സൗഹൃദം പിന്നീട് ആ അടുപ്പം പിന്നെ ഏത് രൂപത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് അയാൾക്ക് കൃത്യമായി അറിയാം. അങ്ങനെ റൂം ബുക്ക് ചെയ്ത് അവിടെ താമസിപ്പിച്ച് അവിടേക്ക് ഇയാൾ എത്തി അതിനുശേഷം ചെയ്ത കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും തല തരിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്.
ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു തവണ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് വീണ്ടും ബലാത്സംഗം ചെയ്യപ്പെടുക? സ്ഥിരമായി ബലാത്സംഗ കേസുകളിൽ പ്രതികൾക്ക് അനുകൂലമായി പലപ്പോഴും പല ഇടങ്ങളിൽ നിന്നും കേൾക്കുന്ന ഒരു വാദമാണ്, എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുക എന്ന്. അങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെടും എന്നുള്ളത് ഫ്രാങ്കോയുടെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിലെ അതിജീവിത 13 തവണ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളത്, എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. ഈ കേസിലും സമാനമായ രീതിയുണ്ട്. ആദ്യത്തെ ബലാത്സംഗത്തിന് ശേഷം വീണ്ടും അയാളുടെ വരുതിയിലേക്ക് എത്തിക്കുന്നത്, അതിൽ ഭീഷണിയുടെ സ്വരമുണ്ട്, ഇടയ്ക്ക് സ്നേഹമാണോ എന്ന് സംശയിക്കുന്ന രീതിയുമുണ്ട്. അത് വളരെ വിദഗ്ധമായി ഉപയോഗിക്കാൻ നല്ല കഴിവുള്ള ആളാണ് ഇയാൾ. നന്നായി സംസാരിക്കുന്ന ആളാണെന്നുള്ളത് നമ്മൾക്കും തർക്കമില്ലാത്ത കാര്യമാണല്ലോ. അങ്ങനെയാണല്ലോ നമുക്കും ഇയാൾ പ്രിയപ്പെട്ടനായിരുന്നു കുറച്ചു കാലം ചർച്ചകളിൽ സജീവമായി നിൽക്കുമ്പോൾ. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗിച്ച് ഒരു പ്രത്യേക ട്രോമയിലേക്ക് ഈ സ്ത്രീകളെ എത്തിക്കുകയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും എത്തിക്കുന്നതിൽ സഹോദരിയുടെ വിവാഹമടക്കം മുടക്കിയേക്കാം എന്നുള്ള സൂചനകൾ നൽകുന്ന പ്രതികരണങ്ങൾ അടക്കം നടത്തിക്കൊണ്ടാണ് വീണ്ടും അവരെ ഈ ബന്ധത്തിലേക്ക് എത്തിക്കുന്നത്. അത് തുടർച്ചയാകുന്നു. അതിനുശേഷം ഗർഭിണിയാകുമ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത് നമ്മൾക്കറിയാം. അത് ഭർത്താവിൻ്റെ തലയിലിടാനും പിന്നീട് വളരെ മോശമായി പ്രതികരിക്കാനും ഒക്കെ തയ്യാറായി. അവിടെ ഈ പറഞ്ഞ യുവതി കാണിച്ച ധൈര്യം, ഈ പറഞ്ഞ ഭ്രൂണത്തിൻ്റെ അംശം സൂക്ഷിച്ചു എന്നുള്ളതാണ്. കാനഡയിലാണ്, അവിടെ അത് സൂക്ഷിച്ചു എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. DNA ടെസ്റ്റിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. അവർ തയ്യാറാണെന്നുള്ള കാര്യം വന്നു. ഇപ്പോൾ DNA ടെസ്റ്റും നടത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ മറ്റേ 2 കേസുകളേക്കാൾ ഈ കേസിൽ കുറച്ചുകൂടി സാങ്കേതികമായ തെളിവുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ ജിമ്മി, ഞാൻ ജിമ്മിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം കൂടി ജിമ്മി കേൾക്കൂ. അപ്പോൾ ഒന്ന്, എങ്ങനെയാണ് സൗഹൃദം സ്ഥാപിക്കുന്നത് എന്നുള്ളത്, വിവാഹ വാഗ്ദാനം നൽകുന്നത്, ഇത് രണ്ടും ആ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. ഇത് തൊട്ടു മുമ്പുള്ള 2 കേസുകളിലുമുണ്ട്. അതിലൊരിടത്ത് കുട്ടി വിവാഹിതയാണ്, മറ്റൊന്ന് കുട്ടി അവിവാഹിതയാണ്. വിവാഹിതയായ പെൺകുട്ടിയിൽ ദാമ്പത്യത്തിൽ വിള്ളലുകളുണ്ടോ എന്ന് നോക്കി അവിടെ നുഴഞ്ഞു കയറുക. അതിനുശേഷം എന്താണ് മറ്റ് 2 കേസുകളിൽ നിന്ന് വ്യത്യസ്തമായതെന്ന് കൂടി നമുക്കൊന്ന് നോക്കണം. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്നും ബ്രാൻഡ് നിർദ്ദേശിക്കാനും എന്നോട് വാങ്ങിക്കൊടുക്കാനും രാഹുൽ ആവശ്യപ്പെട്ടു. വിദേശത്താണ് ഈ പെൺകുട്ടി. രാഹുൽ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം മണ്ണിലും ചെളിയിലും ഒക്കെ പണിയെടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവ് സൺസ്ക്രീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കൂടാതെ രാഹുൽ ആവശ്യപ്പെട്ടത് പ്രകാരം ബ്ലൂ കളറിലുള്ള ഫോസിലിൻ്റെ വാച്ച് ഫോസിൽ ഇന്ത്യ വെബ്സൈറ്റ് വഴിയും ഷാംപൂവും കണ്ടീഷണറും സൺസ്ക്രീനും ഞാൻ ബിൽവ എന്ന സൈറ്റ് വഴിയും രാഹുലിൻ്റെ വീട്ടിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട എന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു. കൂടുതൽ അടുക്കും തോറും അയാൾ എന്നോട് യു വിൽ ബി മൈ ലൈഫ് പാർട്ട്ണർ എന്നും തൻ്റെ സഹോദരിക്ക് കുട്ടികളില്ല എന്നും തനിക്ക് 3 കുട്ടികളെങ്കിലും വേണമെന്നും ഇൻസിസ്റ്റ് ചെയ്ത് പറയുമായിരുന്നു. താൻ നല്ലൊരു പാർട്ട്ണർ ആയില്ലെങ്കിലും നല്ലൊരു ഫാദർ ആയിരിക്കുമെന്നും രാഹുൽ എന്നോട് പറഞ്ഞ് അഷ്യൂർ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴും രാഹുൽ കോൺവെർസേഷൻ മുഴുവൻ ടെലിഗ്രാം വഴിയാക്കിയിരുന്നു. അതാണ് സേഫ് എന്ന് പറയുകയും ടെലിഗ്രാം ചാറ്റ് മുഴുവൻ സീക്രട്ട് മോഡിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇത് അയാളുടെ ഒരു രീതിയാണ്. ആദ്യം ഗൂഗിൾ ചാറ്റ് വഴിയോ ഫ്ലിപ്കാർട്ടിൻ്റെ തെറ്റായ ലിങ്ക് വഴിയോ സൗഹൃദം സ്ഥാപിക്കുക, പിന്നീട് വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യുക, പിന്നീട് അത് ടെലിഗ്രാമിലേക്ക് മാറുക. ഇതായിരുന്നു അതിലൊരു പാറ്റേൺ. ഇതിലേറെ കൗതുകമുള്ള കാര്യം നോക്കൂ, ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ നീല സ്ട്രാപ്പിട്ട വാച്ചാണ് ഫോസിൽ വാച്ച്. ഈ ഫോസിൽ വാച്ച് നമ്മൾ ഇന്ന് വെബ്സൈറ്റിൽ ഇതിൻ്റെ വില അന്വേഷിച്ചപ്പോൾ 11,200 രൂപയാണ് കണ്ടത്. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 10,948 രൂപയ്ക്ക് ഇന്ന് കിട്ടും. ഈ 10,000 രൂപയിൽ കൂടുതൽ വില വരുന്ന ഈ വാച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തത്. കൂടാതെ സൺസ്ക്രീൻ വാങ്ങിച്ചു. ജിമ്മി, നമ്മളെ ഞെട്ടിക്കുന്നത് ഷാംപൂവും കണ്ടീഷണറും സൺസ്ക്രീനും അടക്കം വാങ്ങിച്ചു. വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും അടക്കം വാങ്ങിച്ചു എന്നാണ് തോന്നുന്നത്. ചെരുപ്പ് വാങ്ങാൻ 10,000 രൂപ കൊടുത്തു എന്ന് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിമ്മി? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചാണ് നമ്മളിത് പറയുന്നത് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് വേറെ ഒരു പണിയും ഇല്ലായിരുന്നു ഈ സമയത്തൊക്കെ എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ്. കേരളത്തിലെ പൊതുപ്രവർത്തകരുടെ മാറി വരുന്ന റീൽ സംസ്കാരത്തെക്കുറിച്ചൊക്കെ എല്ലാവരും പറയാറുണ്ട്. എന്തൊക്കെ എവിടെയൊക്കെ മാറുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രം. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വലിയ പ്രൊഡേറ്ററാണ്. അതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് പ്രൊഡേറ്റർ എന്നല്ല എന്നുള്ളത് ഞാൻ ഉത്തരവാദിത്തോട് പറയുന്നു. കാലം മാറുമ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ രീതിയും അവരുടെ ആദർശവും അവരുടെ ഇതൊന്നും പരസ്യമായി ചെയ്താൽ പോലും ഒരു കുഴപ്പവുമില്ല എന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഈ കളങ്കാവൽ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് മമ്മൂട്ടി അഭിനയിച്ച്. അത് സൈനേറ്റ് മോഹൻ എന്ന് പറയുന്ന ഒരു വലിയ സീരിയൽ കില്ലറുടെ കഥയാണ്. അതിലെ അതേ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. അതിനകത്തും ഇതുപോലെയാണ്. വിധവകൾ, വിവാഹിതർ, വിവാഹബന്ധത്തിൽ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ വിവാഹം വൈകിയവർ, ഇത്തരം സ്ത്രീകളെ തെരഞ്ഞുപിടിക്കുക, അവരുമായി പ്രേമബന്ധം സ്ഥാപിക്കുക, റൂം അവരെ കൊണ്ട് തന്നെ ബുക്ക് ചെയ്യിപ്പിക്കുക, അവിടെ വെച്ച് അവരെ കൊലപ്പെടുത്തുക, അതിനുശേഷം അവരുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് അടുത്തയാളെ പിടിക്കുക. ഇതാണ് ആ സിനിമയിലെ സൈനേറ്റ് മോഹൻ എന്ന് പറയുന്ന ശരിക്കുള്ള ക്യാരക്ടറിൻ്റെ ഒരു പാറ്റേൺ.
അതുപോലെ തന്നെയാണ് സന്ദേശങ്ങൾ ഒരു കാരണവശാലും ആർക്കും കിട്ടാതിരിക്കാൻ ടെലിഗ്രാം വഴി സന്ദേശങ്ങൾ നടത്തുക, അതിനുശേഷം അവരെ കൊണ്ട് മുറി ബുക്ക് ചെയ്യിപ്പിക്കുക, വളരെ വലിയ പീഡനം നടത്തിയ ശേഷം പിന്നീട് അവരെ ഒരു കാരണവശാലും അവർ പുറത്തു വരാത്ത രീതിയിൽ അതിന് കുറേ അനുയായികളും കിളികളെന്നൊക്കെ വിളിക്കുന്ന ആളുകൾ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് രാഹുലേട്ടൻ അന്വേഷിച്ചിരുന്നു, രാഹുലേട്ടൻ ഗംഭീരമെന്ന് പറഞ്ഞു, താങ്കളെക്കുറിച്ച് ഓർക്കാറുണ്ടെന്നൊക്കെ പറയുക. ഇങ്ങനൊരു പാറ്റേണിൽ അവരെ സ്ഥിരമായി കെണിയിൽ അമർത്തി വയ്ക്കുക. കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പല ആളുകളെക്കുറിച്ചും ഇതിനു മുമ്പ് നമ്മൾ ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പാറ്റേണായി മാറുന്നു, ഇതൊരു ന്യൂ നോർമലായി മാറുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ രീതി അധപ്പതിക്കുകയാണ്. ഒരു സീരിയൽ പ്രഡേറ്ററുടെ പാറ്റേൺ, ഒരു സീരിയൽ കില്ലറുടെ പാറ്റേൺ പോലെ തന്നെ അപകടകരമാണ് എന്നുള്ളതാണ്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നമ്മളതിലേക്ക് വരുമായിരിക്കും. എന്നിട്ടും ഈ സ്ത്രീയിൽ എങ്ങനെയാണ് രാഹുലും കൂടെയുള്ളവരും പ്രതീക്ഷ കൊടുത്തത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ദുഃഖിക്കുന്നത്. ഞാൻ ആ ഭാഗം കൂടി ഒന്ന് വായിക്കാം ജിമ്മി. അത് വളരെ പ്രസക്തമായ ഭാഗമാണ്. ഈ വൈകാരികതയെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂഷണം ചെയ്തത്? ശരീരം മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല, വൈകാരികതയും മാനത്തെയും ചൂഷണം ചെയ്തൊരു കഥ കൂടിയുണ്ട്. അതുകൂടി ആ പെൺകുട്ടി പറയുന്നുണ്ട്. രാഹുലിന് ടൈം പാസ് ആണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ തനിക്ക് അതിന് ടൈം ഇല്ലെന്നും നാട്ടിൽ വരുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി അമ്മയെയും സഹോദരിയെയും പരിചയപ്പെടുത്താമെന്നും പറഞ്ഞ് കൂടുതൽ അഷ്യൂർ ചെയ്തു, വൈകാരികമായൊരു ബന്ധം സ്ഥാപിച്ചു. ഇനി ആന്റോ അഗസ്റ്റിൻ ഈ സംഭവം നടക്കുന്നതിനെക്കുറിച്ച് ഈ പെൺകുട്ടി വിശദീകരിക്കുന്നു. നമ്മളതിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കി പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ. അതിൽ എങ്ങനെയാണ് ഇവർ കാണുന്നത്? KC വേണുഗോപാലിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്നും അതിന് സമയം കുറവാണെന്നും ജസ്റ്റ് കണ്ട് പിരിയാമെന്നും രാഹുൽ പറഞ്ഞതനുസരിച്ചാണ് പെൺകുട്ടി ഈ രാഹുലിനെ കാണാൻ വേണ്ടി തയ്യാറാവുന്നത്. അങ്ങനെ പത്തനംതിട്ടയിലെ ഒരു നഗരത്തിലെത്തുന്നു. രാഹുൽ പറഞ്ഞ പ്രകാരം ഞാൻ ബസ്സിലാണ് KSRTCയിൽ എത്തിയത്. രാഹുൽ വരാൻ താമസിക്കുമെന്നും അവിടെ KSRTCക്ക് അടുത്തുള്ളൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് അവിടെ ഇരിക്കാനും രാഹുൽ വരുമ്പോൾ വിളിക്കാമെന്നും എന്നോട് പറഞ്ഞു. എന്തിനാണ് റൂം ബുക്ക് ചെയ്യുന്നതെന്നും റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ പോപ്പുലർ ആണെന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണെന്നും ആൾക്കാർ തിരിച്ചറിയുമെന്നും സെൽഫി എടുക്കാൻ വരുമെന്നും നമുക്ക് സംസാരിക്കാൻ പ്രൈവറ്റ് സ്പേസ് വേണ്ടേ എന്നും ചോദിച്ചു. ആന്റോ അഗസ്റ്റിൻ ഓർമ്മിക്കുന്നുണ്ടാവും, റിനി നമ്മളോട് പറഞ്ഞ ആദ്യത്തെ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിലും പിന്നീട് നമ്മളോട് പറഞ്ഞതിലും പറയുന്നൊരു കാര്യമുണ്ട്. ഈ വലിയ റെസ്റ്റോറൻറ്റുകളിലേക്ക്, പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് വിളിച്ച് റൂം ബുക്ക് ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു രീതി എന്നുള്ളത്. ഇവിടെ വീണ്ടും അതേ പാറ്റേൺ ആവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് രാഹുലിൻ്റെ പേര് ആ ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു ചെല്ലുമ്പോൾ തൻ്റെ പേര് രജിസ്റ്ററിൽ എഴുതണം. ആ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല എഴുതുന്നത്, പകരം രാഹുൽ BR എന്നെഴുതുന്നു. പെൺകുട്ടിയുടെ ID കാർഡ് കാണിക്കുന്നു. രാഹുലിൻ്റെ ID കാർഡ് ചോദിച്ചപ്പോൾ ആൾ വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. റൂമിൽ ചെന്ന് വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് അവിടെ വലിയ ഏകദേശം 2 മണിക്കൂറോളം സമയം അവിടെ വലിയ രീതിയിൽ ഈ പെൺകുട്ടി ആക്രമിക്കുന്നുണ്ടാവുന്നത്. അതിന് വിശദമായ ഭാഗമുണ്ട്, നമ്മളത് വായിക്കുന്നില്ല. അതിനുശേഷം സംഭവിക്കുന്നത് വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടെന്ന് അവിടെ വെച്ച് പീഡിപ്പിച്ചതിന് ശേഷം, വളരെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം വടകരയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടെന്നും മറ്റൊരു ദിവസം വടകരയ്ക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടെങ്കിലും ഞങ്ങൾ ഇനി കാണില്ല എന്ന് ഞാൻ പറഞ്ഞു. പാലക്കാട് വാടകയ്ക്ക് രാഹുലിന് ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ വടകരയിലെ ഫ്ലാറ്റ് അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാര്യം വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയും ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനൊരു ശ്രമം നടത്തി. അതിനുശേഷം ഈ പലതവണ ഈ പെൺകുട്ടിയുടെ വിശ്വാസത്തെ ഇയാൾ ലംഘിക്കുന്നുണ്ട്. ഈ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുക, പെൺകുട്ടിയെ അവോയ്ഡ് ചെയ്യുക, അതിനുശേഷം ചായയും വടയും കഴിക്കുന്ന റീൽസ് ഇട്ട് കളിക്കുക. ആ സമയത്താണ് പെൺകുട്ടിക്ക് സംശയം തോന്നുന്നത്. പിന്നീട് വീണ്ടും ഈ പെൺകുട്ടിയോട് അയാൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പണം ആവശ്യപ്പെടുന്നുണ്ട്. 10,000 രൂപ അയാൾക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഈ അയാളുടെ മറ്റും സ്വഭാവമൊക്കെ മാറുന്നുണ്ട്. അനുജത്തിയുടെ കല്യാണത്തെപ്പറ്റി രാഹുൽ ഭീഷണിപ്പെടുത്തി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗം ഈ മെലോ ഡ്രാമ കളിക്കുകയാണ് എന്ന് ഈ പെൺകുട്ടി പരിഭവം പറയുന്ന സമയത്തെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് വല്ലാത്ത സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും ഒക്കെ ഉണ്ടാവുന്നു. പിന്നീട് മിസ്കാരേജ് ഉണ്ടാവുന്നു. ആ സമയത്ത് ഇയാൾ ഈ പെൺകുട്ടിയെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രസക്തമായ ഭാഗം ആൻഡ്രൂ, ചൂരൽമലയിലെ ആവശ്യത്തിനായി ഫണ്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് രാഹുലിൻ്റെ സുഹൃത്ത് ഫെന്നി പറഞ്ഞിട്ട്, ഫെന്നിയുടെ പേര് ഇവിടെ വരുന്നുണ്ട്, ഫെന്നിയുടെ പേര് നേരത്തെ നമ്മൾ കേട്ടതാണ്. 2ാമത്തെ ബലാത്സംഗ പരാതിയിൽ ഫെന്നി നൈനാനാണ് ഹോം സ്റ്റേയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെയും 2ാമത്തെ അതിജീവിതയും എത്തിക്കുന്നത്. ഈ ഫെന്നിയുടെ അക്കൗണ്ടിലേക്ക് 5,000 രൂപ അയച്ചു നൽകുകയും ആ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് അതിൽ തിരിമറി നടത്തി എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതിൻ്റെ ഒരു ലാഭം ഈ പെൺകുട്ടിക്ക് കൊടുക്കാം എന്ന മട്ടിലായിരുന്നു അന്നത്തെ ഒരു സംഭവം നടന്നത്. നമ്മളത് വിശദീകരിക്കാതെ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ്. ചൂരൽമലയിലെ ഫണ്ടിൽ പോലും തിരിമറി നടത്തി ആ ഫണ്ടിൻ്റെ മറവിൽ പോലും ഈ പെൺകുട്ടിയോട് അടുക്കാനും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും പീഡനം നടത്താനും അയാൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പാലക്കാട് ഇലക്ഷൻ സമയത്ത് ഭക്ഷണം കഴിക്കാനില്ലാത്തതുകൊണ്ട് 1,000 രൂപ
രാഹുലിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായെന്നും ക്ഷമിക്കണം 10,000 രൂപ രാഹുലിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം 3 BHK ഫ്ലാറ്റ് എടുക്കാൻ വേണ്ടി 1,14,00,000 രൂപ ആവശ്യപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗത്തുണ്ട്. ചുരുക്കത്തിൽ ആന്റോ അഗസ്റ്റിൻ, ഇതിലെല്ലാം ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. അരുൺ, ഞാനിതിനെ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് രാഹുൽ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം രണ്ടാമത്തെ അതിജീവിതയുടെ വിഷയം വന്ന സമയത്ത് നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്താണ്. നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് വീഡിയോ കോൾ വരാൻ പറയുകയും ഈ പറയുന്ന ഗർഭചിത്രത്തിന് ഉപയോഗിക്കുന്ന ഗുളിക കഴിക്കാൻ വീഡിയോ കോളിൽ വന്ന് ചെയ്യുകയും ചെയ്തതെന്ന് പറഞ്ഞൊരു വാർത്ത നമ്മൾ ആ സമയത്ത് ബ്രേക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന സമയത്താണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണ് വ്യാജ ID ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി എന്ന് വേണം പറയാം. റിപ്പോർട്ടർ TVയാണ് വ്യാജ ID കാർഡ് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യാജ ID കാർഡ് ബ്രേക്ക് ചെയ്യുകയും വലിയ രീതിയിൽ അന്വേഷണം നടക്കുകയും നമ്മളതിൽ വലിയ അറ്റാക്ക് നേരിടുകയും ചെയ്തതാണ്. അപ്പോൾ വ്യാജ ID കാർഡ് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും 1 by 1 ആയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തകൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം ആ കാലത്തും ചർച്ചയാണെന്നേ. കാരണം ഈ ചർച്ച എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഒരു നോർമൽ സംവിധാനമായി കോൺഗ്രസ്സുകാർ കണക്കാക്കി എന്നുള്ളതാണ്. ആ വ്യാജ ID കാർഡിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞപ്പോൾ എത്ര പേരായിരുന്നു അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഓരോ സമയങ്ങളിൽ പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാനേ പോയിട്ടില്ല. ഇപ്പം നോക്കിക്കോളൂ എന്തൊക്കെയാണ്. ഒന്ന് ചൂരൽമല മുണ്ടക്കൈ വിഷയത്തിൽ പിരിച്ച പണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച പണത്തിൻ്റെ സമ്മാനദാനമാണ് കേട്ടോ ഈ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തെന്താ, വടകരയിലേക്ക് ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നു. വടകര എന്താ ഈ പ്രത്യേകത? വടകര എങ്ങനെയാണ് ഫ്ലാറ്റ് വരുന്നത്? അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി വടകര എന്തുകൊണ്ട് ഫ്ലാറ്റ് വരുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു ഗ്രൂപ്പ് സംവിധാനമാണ്. ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം വന്ന് പെട്ടു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വലിയ രീതിയിൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം പല ആൾക്കാരും ഇതിപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ചൂരൽമലയെയും വടകരയെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും MLA-യെയും ഈ പറഞ്ഞ പദവികളെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ പറഞ്ഞ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്കൊരാളെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് പറഞ്ഞ ഒരു ബൈറ്റ് ഒരു റെക്കോർഡിങ് നമ്മൾ കേട്ടതാണ്. ആ റെക്കോർഡിങ്ങിന് ശേഷം കഴിഞ്ഞിട്ട് എന്താ പറയുന്നറിയോ? അനീത്തിൻ്റെ വിവാഹം മുടക്കും എന്നാണ് പറയുന്നത്. ഇത് അറിഞ്ഞാൽ നിൻ്റെ അച്ഛൻ അറ്റാക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഭീഷണിപ്പെടുത്തി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലൊരു MLA ആണ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, വലിയ നേതാവാണ് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം കൊട്ടിഘോഷിച്ച് നടന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ആളുടെ അടുത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി ഒരു പ്രാവശ്യം അന്വേഷിച്ചിരുന്നെങ്കിൽ, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വ്യാജ ID കാർഡ് തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാ പ്രവർത്തികളും ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തികളും അറിയാമെന്നുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇതൊരു ചെറിയ മീനല്ല ഈ വലയിൽ വീണിരിക്കുന്നത്. ഈ വല വലിച്ചു കഴിയുമ്പോൾ ഇതിനേക്കാളും വലിയ തിമിംഗലയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല ഒരു ഭാഗം കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണം. ഇയാൾ എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ വളരെ പൊന്നെ ചക്കര എന്നൊക്കെ വിളിച്ചടുക്കുന്നത് പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് നിന്നിലൊരു കുഞ്ഞ് വേണമെന്നും ഞാൻ ആ കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല ഫാദർ ആയിരിക്കുമെന്നും ഒക്കെ പറഞ്ഞ അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് എന്താണ് പറയുന്നതെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. ആ ഭാഗം കൂടി നോക്കൂ. രാഹുലുമായുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഫെനിയോട് പറഞ്ഞുവെന്ന് പറഞ്ഞതോടെ രാഹുൽ എന്നെ ചീത്ത വിളിക്കാനും പിന്നീട് ആ കുട്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞ രാഹുൽ വല്ലവരുടെയും കുട്ടിയെ തൻ്റെ തലയിൽ കെട്ടിവെക്കുന്നുവെന്നും അതിന് നീ തെണ്ടി നടക്കുകയാണോ എന്നും മറ്റും രാഹുൽ വളരെ മോശമായി പറഞ്ഞു എന്നാണ് ഇപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം തുടർച്ചയായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ പെൺകുട്ടി എങ്ങനെയാണ് ട്രോമാറ്റിക്കായ സ്റ്റേജിലേക്ക് പോയതെന്ന് പറയുന്നു. പിന്നീട് രാഹുലിനെ കോൺടാക്ട് ചെയ്തപ്പോൾ നീ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യ്, ഞാൻ ചെയ്യുന്നത് നിനക്ക് താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. നിന്റെ അനുജത്തിയുടെ വിവാഹമൊക്കെ വരികയല്ലേ എന്നും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അക്കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടും രാഹുലിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് സൈബർ അറ്റാക്ക് വന്നത് അറിഞ്ഞുകൊണ്ടുമുള്ള പേടി മൂലമാണ് പരാതി നൽകാൻ വൈകിയത്. ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ അനുജത്തിയുടെ കല്യാണം മുടക്കുക മാത്രമല്ല ആ കുടുംബത്തെ തന്നെ അപായപ്പെടുത്തും എന്ന മട്ടിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം കൂടി പെൺകുട്ടി ഈ മൊഴിയിൽ പറയുന്നുണ്ട്. ഇതാണ് പെൺകുട്ടി പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇട്ടിരിക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നു. ഇയാളുടെ പാറ്റേൺ 1ഉം 2ഉം പരാതികളിൽ നിന്ന് കുറച്ച് വിഭിന്നമാണെങ്കിലും അതിൽ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി വരെ പാലക്കാട് നഗരമധ്യത്തിലുള്ള ഒരു ദിവസം 2,500 രൂപ വാടകയുള്ള AC മുറിയിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ MLA ഇന്നിപ്പോൾ മാവേലിക്കര സബ് ജയിലിൽ സ്പെഷ്യൽ സബ് ജയിലിലെ 3-ാം നമ്പർ സെല്ലിലാണ് കഴിയുന്നത്.
ഇന്നലെ വരെ AC മുറിയിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിലത്ത് പായ വിരിച്ചാണ് കിടക്കുന്നത്. ഞായറാഴ്ചയായതിനാൽ രാത്രി സ്പെഷ്യൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ചോറിനോ ചപ്പാത്തിക്കോ ഒപ്പം തോരനും രസവും മാത്രം കഴിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കഴിച്ചു കൂട്ടേണ്ടി വരും. നാളെയാണ് ജാമ്യ ഹർജി പരിഗണിക്കാൻ പോകുന്നത്. അതിൽ എന്തുവരും എന്നതനുസരിച്ചിരിക്കും 14 ദിവസം റിമാൻഡിൽ തുടരുമോ അതോ പുറത്ത് രാഹുൽ ഇറങ്ങുമോ എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. രാഹുലിനെ ജയിലിൽ അടയ്ക്കുന്നതിൻ്റെ ദൃശ്യാവിഷ്കാരം കൂടി പ്രേക്ഷകർക്കൊന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്താക്കണ്ടേ എന്നാണ് ചോദ്യം. ഞാൻ സ്മൃതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്മൃതി, ഇതിപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ കേസാവുന്നു. ഇപ്പോൾ റിമാൻഡിലാക്കപ്പെടുന്നു. ശരിയാണ്, അയോഗ്യത കൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല. നിലവിൽ 2 വർഷത്തിൽ കുറവ് ശിക്ഷ അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷയുണ്ടെങ്കിൽ മാത്രമേ MLA സ്ഥാനത്ത് നിന്ന് അയാളെ അയോഗ്യനാക്കാൻ കഴിയൂ. പക്ഷേ ഒരു ധാർമ്മികതയുടെ പേരിൽ അയാളുടെ അടുത്ത് നിന്ന് രാജി ആവശ്യപ്പെടേണ്ട കോൺഗ്രസ് എന്നൊരു ചോദ്യമുണ്ട്. രാജി ആവശ്യപ്പെട്ടതിനുള്ള രാജി കോൺഗ്രസ് ഇതിനകം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ പരാതി ഒരു കേസാവുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ പരാതി ശബ്ദരേഖ വരുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നുണ്ട്. പിന്നീട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അതിനുശേഷം വന്ന ഒരു പരാതി ഈ പറയുന്ന KPCC പ്രസിഡന്റിനെ കിട്ടുന്നു. അത് DGPക്ക് കൈമാറുന്നുണ്ട്. ആ നിലയ്ക്ക് കോൺഗ്രസ് അതിൽ മാതൃക കാണിച്ചിട്ടുണ്ട്. ഇതിൽ മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും ഈ പറഞ്ഞ പൊതുമധ്യത്തിലേക്ക് അല്ലെങ്കിൽ സമരവേദികളിലേക്കൊക്കെ വരാൻ ശ്രമിക്കുമ്പോൾ മുഖം കൊടുക്കാതെ നീങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ VD സതീശൻ്റെ കാര്യത്തിലും കണ്ടു, രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലും കണ്ടതാണ്. പല നേതാക്കളും അങ്ങനെ ചെയ്യുന്നു. ചില നേതാക്കളെങ്കിലും നിവൃത്തികേട് കൊണ്ട് ഇയാളിപ്പോൾ നമ്മുടെ പാർട്ടിയിലില്ലല്ലോ എന്ന് പറയുന്നത് ആ നിവൃത്തികേട് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനുമാകുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ തന്നെ പല സ്വരമുണ്ട് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്. പക്ഷേ ഇനി അകത്തേക്ക് കയറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ ഇത്രയും സംഭവങ്ങൾ, ഈ 3 കേസുകൾ വന്ന ശേഷം MLA സ്ഥാനത്ത് അയാൾ നിൽക്കാൻ യോഗ്യനല്ല, അയാൾ മാറേണ്ടതാണ് എന്ന് ഉറച്ചു പറയുന്നുണ്ടോ എന്ന് ചോദ്യമുണ്ടുമ്പോൾ അങ്ങനത്തെ ഉറച്ച ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല. KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങനെ തുടരുന്നത് ശരിയാണോ എന്ന് രാഹുൽ ആലോചിക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കിനി അതിൽ കാര്യമില്ല, പുറത്തുനിന്ന് കാണുന്നവർ എന്ന രൂപത്തിൽ പറയുന്നു. പക്ഷേ പാർട്ടി ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. പാർട്ടിക്കകത്തു നിന്നും സ്ഥാനമാനങ്ങൾ നേടിക്കൊണ്ട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഇയാൾ പ്രവർത്തനം മുഴുവൻ നടത്തിയിട്ടുള്ളത്. പുറത്താക്കി മാതൃക കാണിക്കുന്ന കോൺഗ്രസ് അക്കാര്യത്തിൽ കോൺഗ്രസിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അതുകൂടി പറഞ്ഞു പോകണമല്ലോ. പക്ഷേ ഇതിൽ തന്നെയുള്ള ചില പുഴുക്കുത്തുകൾ ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു? സൈബർ വിങ്ങായി പ്രവർത്തിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും ഈ പൊതുമധ്യത്തിലിറങ്ങി ഈ പറഞ്ഞ ഉത്സവ പറമ്പിലും പൊതുപരിപാടികളിലൊക്കെ വന്ന് ചിരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാനും കൈകൊടുക്കാനും ഒക്കെ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. ഇതിലൊക്കെ തന്നെയും പാർട്ടിയുടെ പ്രാദേശികമായ ചില നേതാക്കളുണ്ട് എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ തന്നെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. പിന്നെ പറയുന്ന ഈ പരാതിക്കാരെ അപമാനിക്കുന്ന രൂപത്തിൽ എങ്ങനെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പരാതിക്കാരെ ഇനി പരാതി പറയാൻ പറ്റാത്ത വിധം അവരെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലുള്ള സൈബർ വിങ്ങും അവിടെ പ്രവർത്തിക്കുകയാണ്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇങ്ങനെ ഈ പറയുന്ന ക്രിമിനലുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. നമ്മളതൊരു സമൂഹത്തിൻ്റെ പൊതുസ്ഥിതിയായിട്ട് കാണണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഈ 3 പരാതികൾ, മൂന്നാമത്തെ പരാതി, ഈ പരാതിയിൽ റിമാൻഡ് റിപ്പോർട്ടിലെ മുഴുവൻ കാര്യങ്ങളും വായിക്കുമ്പോൾ ഞെട്ടിക്കുന്നതും ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ കുറേ നേരം തരിച്ചിരുന്നു പോയി. കാരണം എങ്ങനെയാണ് ഒരു സ്ത്രീയെ പ്രലോഭിപ്പിച്ച് എത്തിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് എത്തിക്കുന്നത്? ആ ബന്ധത്തിലേക്ക് എത്താൻ അവർ തയ്യാറെടുത്തിട്ട് പോലുമില്ല. കാണാൻ പോയിട്ടേ ഉള്ളൂ. കാണാൻ പോയ ദിവസം അവർ അനുഭവിച്ച കാര്യങ്ങൾ അതിൽ പച്ചയായി എഴുതി വയ്ക്കുമ്പോൾ അത് വായിക്കുമ്പോൾ നമ്മൾ ഭയന്നു പോകുന്നുണ്ട്. അയാൾക്ക് ഒരു സ്ത്രീയോട് എടുക്കുന്ന അയാളുടെ സമീപനം ഇതേ രീതിയിൽ തന്നെയാണ് ആദ്യത്തെ പരാതിയിൽ നമ്മൾ കണ്ടത്. ഇതേ രൂപത്തിൽ തന്നെ എങ്ങനെയാണ് അയാൾ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് അതിൽ പൂർണ്ണമായും അതിൽ ബലാത്സംഗമാണ് സംഭവിക്കുന്നത്. ആ ബലാത്സംഗത്തിന് ശേഷം പിന്നീട് ഭീഷണിപ്പെടുത്തി വീണ്ടും അവരെ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്നതിൻ്റെ കൃത്യമായ വിവരണം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഇനിയിപ്പോൾ കോടതിയെ സംബന്ധിച്ച് കോടതി എത്രത്തോളം ഈ തെളിവുകൾ, അതായി പറയുന്നത് ചാറ്റുകളാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട തെളിവുകളായത്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുള്ള പരാതികളാണ്. ദേഹത്തെ മുറിവുകളെല്ലാം മാഞ്ഞിട്ടുണ്ടാകും.
ദേഹത്തെ മുറിവുകൾ ഒരു തെളിവായി എടുക്കാൻ പറ്റും, അങ്ങനെ ഒരു മുറിവുകളില്ല എന്നുള്ളതാണ്. മനസ്സിലെ മുറിവാണ് ഏറ്റവും പ്രധാനം. പിന്നെയുള്ള ചാറ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ എന്തായാലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് അത് നിർബന്ധിക്കാനുമാകില്ല, കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അത് യുവതിയുടെ ചാറ്റുകൾ നമ്മൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. യുവതി നൽകിയ ചാറ്റിൻ്റെ വിവരങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. അതുകൂടാതെ ഈ മൂന്നാമത്തെ കേസിൽ ഭ്രൂണം അവർ സൂക്ഷിച്ചിരിക്കുന്നു, ഭ്രൂണത്തിൻ്റെ ഭാഗം എന്നുള്ളതാണ്. വിദേശത്താണ്, അവർ അതിനുള്ള സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. DNA ടെസ്റ്റ് നടത്തട്ടെ എന്ന് പറയുകയാണ്. ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ അവരെ മാത്രമല്ല ഇയാൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്, പക്ഷെ അവരെ എങ്ങനെയാണ് ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നത്? സൗഹൃദം നടിക്കുക, നല്ല റെസ്പെക്റ്റ് ഉണ്ടെന്ന് പറയുക, തുറന്ന് സംസാരിപ്പിക്കുക. അതിനുശേഷം കുട്ടികൾ, എല്ലാ കേസിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. റേപ്പിൽ കുട്ടികൾ വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റേപ്പ് ചെയ്യുന്നത് ആദ്യത്തെ കേസാണ് ഞാൻ കേൾക്കുന്നത്. ഈ പറഞ്ഞ 3 സംഭവങ്ങളിലും കുട്ടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റേപ്പിലേക്ക് പോവുകയാണ്. അത് അതിനുശേഷം ഇവർ ഗർഭിണികളായി കഴിയുമ്പോൾ അവരെ പുറന്തള്ളുന്നു. ഇപ്പോൾ ഗർഭിണിയാക്കുക എന്നുള്ളതാണ് ഇയാൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് തോന്നുന്നു. അതാണ് അയാളുടെ ഒരു ആണത്തം തെളിയിക്കാനുള്ളൊരു മാർഗ്ഗം അയാൾ കാണുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു MLA ആയി തുടരുക? എങ്ങനെയാണ് ഇയാൾ സഭയിൽ വന്ന് ആർക്കു വേണ്ടി സംസാരിക്കും? അയാളെ 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ജനം ഇപ്പോൾ അതിൽ നിരാശപ്പെടുന്നുണ്ട്, അതിൽ അവർക്ക് വിഷമം അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം പ്രായമായവരെയൊക്കെ എങ്ങനെയാണ് അയാൾ ചേർത്ത് പിടിച്ചിരുന്നത്, എങ്ങനെ അവരെ പറ്റിച്ച ജനപ്രതിനിധിയായ ആളാണ് ഇയാൾ. സഭയിൽ വന്ന് ആർക്കു വേണ്ടി സംസാരിക്കും? ഇയാളുടെ സംസാരം ആർക്ക് വേണം? ഇയാളുടെ വാക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെന്നുള്ളത് ഇയാളുടെ ശബ്ദരേഖയിൽ തന്നെ കേരളം കേട്ടുകഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ നിയമപരമായി പറയുന്ന നൂലാമാലകളിലൂടെ കടന്നുപോയി സാങ്കേതികത്വത്തിലൂടെ ഇയാൾ ഇനി പ്രതി ചേർക്കപ്പെടുമോ, തുറുങ്കിൽ അടയ്ക്കപ്പെടുമോ എന്നൊന്നും നമുക്ക് പറയാൻ ഇപ്പോൾ പറ്റില്ല. അത് കേസിന് മുന്നോട്ടുള്ള പോക്കനുസരിച്ചിരിക്കും. പക്ഷേ ജനം ഇയാളെ മാറ്റി നിർത്തണമെന്നുള്ളതാണ്. അതാണ് ഇതിലെ ഏറ്റവും ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇത്തരം ആളുകളെ ജനം മാറ്റി നിർത്തുക. ഇരകളെ സംബന്ധിച്ചൊന്നും അത്ര ആശാവഹമായ സാഹചര്യമൊന്നുമല്ല നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ സംസ്ഥാനത്തും രാജ്യത്തുമുള്ളത്. നമ്മൾ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഞാൻ അതിജീവിതയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് മുഖം കാണിച്ചുകൊണ്ട് പ്രതികരിച്ച അതിജീവിത ഇപ്പോൾ പറയുകയാണ്, ഞാനൊരു മനുഷ്യനായി ജീവിക്കട്ടെ, ഞാൻ അതിജീവിതയല്ല, ഒന്നുമല്ല, ഞാനൊരു സാധാരണ മനുഷ്യനായി ജീവിക്കട്ടെ. സാധാരണ മനുഷ്യനെ ജീവിക്കാനുള്ള സാഹചര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രത്തോളം അവർ അനുഭവിച്ചു, കോടതിയിൽ നിന്നടക്കം അനുഭവിച്ച കാര്യം നമ്മളിപ്പോൾ കാണുകയാണ്. ഇനി ഫ്രാങ്കോ മുളയ്ക്കലുമായി ബന്ധപ്പെട്ടും ആ അതിജീവിത എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് അതിജീവനം, അവരുടെ അതിജീവനം എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയാണ്. അവരെ എങ്ങനെയൊക്കെയാണ് ആക്രമിച്ചത്, അവർ എങ്ങനെയൊക്കെയാണ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടും പിന്നെയും വാക്കാൽ റേപ്പ് ചെയ്യപ്പെട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അവരും അവസാനം പറഞ്ഞിട്ടുള്ളത്, കൂടുതൽ അതിജീവിതമാർ പുറത്തു പറയാൻ തയ്യാറാവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഞാൻ പറയില്ല എന്നുള്ളത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, ഇനിയുള്ളവർ അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടണം എന്ന് പറയാനുള്ള ധൈര്യം അവർക്കില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പൊതു സാഹചര്യം. അപ്പോൾ പുറത്തു പറയണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നു, അങ്ങനെയെങ്കിലും ഇവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ഈ വർത്തമാനകാലത്തിൽ എന്നെ ആശങ്കപ്പെടുത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദവിയിൽ നിന്ന് പുറത്താക്കണ്ടേ എന്നാണ് ചോദ്യം. ജിമ്മി, ഒരു MLA, ഒരു പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള നേതാവ്, അയാൾക്കെതിരെ 3 സ്ത്രീകൾ ബലാത്സംഗ പരാതി ഉന്നയിക്കുന്ന അത്യപൂർവമായ ഒരു സംഭവമാണ്. ആദ്യത്തെ പരാതി പുറത്തു വരുമ്പോൾ തന്നെ പാർട്ടി അയാൾക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം ഇയാൾ വലിയ കുഴപ്പമാണെന്ന് അറിയാവുന്ന പാർട്ടിക്കാർ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു പരാതികളൊക്കെ ഉണ്ടാകുമ്പോൾ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും UDF-ലായാലും LDF-ലായാലും ഇതിനു മുമ്പും MLA-മാർക്കെതിരെ പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ഒരു വലിയ ശബ്ദം ഉണ്ടാകുന്ന ആദ്യമായിട്ടാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി വരികയാണ്. ഇനിയും പരാതികൾ അണിയറയിലുണ്ട്. ഇയാൾ വലിയ കുഴപ്പമാണെന്നുള്ളത് പാർട്ടിക്കാർക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും ചെയ്യാത്തതുപോലെ അയാൾക്കെതിരെ അതിൽ സസ്പെൻഷൻ ഉണ്ടായി. അയാളെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് പുറത്താക്കി, അവസാനം സംഘടനയിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ അറസ്റ്റ് നടന്നു കഴിയുമ്പോൾ അയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രം പോരാ, ഇയാളുടെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് പറയുന്നുണ്ട്. ആവശ്യപ്പെടുന്നതിനെക്കുറിച്ച് അത് അങ്ങനെയല്ല, ഞങ്ങളുടെ ആളല്ല എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് ഒഴിഞ്ഞു പോകുന്നുമുണ്ട്. സത്യത്തിൽ അതുകൂടി കോൺഗ്രസ് പറഞ്ഞാൽ ചിത്രം പൂർത്തിയാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് തന്നെ പറയുക. അങ്ങനെ ആർജവത്തോടെ പറയേണ്ട സമയത്ത് അതുകൂടെ ചെയ്യണം. കാരണം കോൺഗ്രസ് ഇതുവരെ ചെയ്തതെല്ലാം മാതൃകാപരമായ കാര്യങ്ങൾ തന്നെയാണ്. അതെന്തുകൊണ്ടാണ് പറയാത്തതെന്ന് അവർ ഉത്തരം പറയണം. പക്ഷേ എൻ്റെ ചോദ്യം, അതുകൊണ്ട് വിഷയം തീരുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കില്ല നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇതൊരു കേരളത്തിലെ ഞെട്ടിക്കേണ്ട ഒരു സംഭവത്തെ, ആ സംഭവത്തിൽ ഭരണപക്ഷത്ത് നിന്ന് CPM മറ്റും എടുക്കുന്ന നിലപാട് പറയുന്നത് അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൂടിയാണ്. കാരണം രാജിവെക്കണമെന്ന് പറയണമെന്ന് മാത്രമല്ല, രഹസ്യമായി കോൺഗ്രസ് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളും അന്വേഷണത്തിലൂടെ പുറത്തു വരണം. അത് നമുക്ക് ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയാം. ഇപ്പോൾ DYFI പറയുന്ന ഒരു പ്രധാനപ്പെട്ട പേര് MP ഷാഫി പറമ്പിലിൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തു വരട്ടെ. പക്ഷേ ഇതിനകത്തൊരു എത്തിക്കൽ ചോദ്യമുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലായാൽ
അയാളെ പാർട്ടിയിൽ നിന്ന് അയാളുടെ ജനപ്രതിനിധി സ്ഥാനത്ത് നിന്നൊക്കെ അയാളെ പുറത്താക്കണം, അയാൾ രാജിവെച്ച് പോകണം എന്ന് ആവശ്യപ്പെടുമ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു പ്രധാനപ്പെട്ട പദവിയിൽ നിൽക്കുന്ന 2 പേർ, പാർട്ടിക്കാരനായ ഒരാൾ, അങ്ങനെ 3 പേരും ഇതുപോലെ തന്നെ ജയിലിൽ കിടപ്പുണ്ട്. ഇവരെല്ലാം അതിന് പാർട്ടി CPM പറഞ്ഞ ന്യായം ഇവരെ ആരെയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, വരട്ടെ, കുറ്റപത്രം വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ കാര്യത്തിൽ വരട്ടെ, കുറ്റപത്രം വരട്ടെ എന്ന് പറയാൻ പറ്റുമോ? അതോ ഇത് വളരെ ഗൗരവമായ കുറ്റം, ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചത് അത്ര ഗുരുതരമല്ലാത്ത കുറ്റം അങ്ങനെയുണ്ടോ? ഇത് 4 വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവത്തെ ഹൈജാക്ക് ചെയ്ത് ചർച്ച വഴിതിരിച്ച് പോകരുത് ദയവേത്. രാഷ്ട്രീയമാണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷേ കേരളം ഞെട്ടേണ്ട, കേരളം വിറങ്ങലിച്ച് നിൽക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ജനപ്രതിനിധിയാണ് ചെയ്തത്. ആ ജനപ്രതിനിധി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇത്തരം പുഴുക്കുത്തുകളെ ഒഴിവാക്കണമെന്നാണ് പറയേണ്ടത്. നമുക്ക് തന്നെ അറിയാമല്ലോ, CPMലേക്ക് തന്നെ വീണ്ടും ഞാൻ തിരിച്ചു പോകുന്നു. ഇതുപോലെ 2 തവണ പാർട്ടി നടപടിയെടുത്ത ശേഷം പാർട്ടി നടപടി കൊണ്ട് പാർട്ടിക്കകത്ത് പലതും നഷ്ടപ്പെട്ട ആളുകൾ ഇതേ പാർട്ടിയുടെ, ഇതേ സർക്കാരിൻ്റെ വലിയ പദവികളിലേക്ക് വന്ന ചരിത്രം കൂടി നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടും കാര്യങ്ങൾ പറയരുത്. ഒരു വിരൽ നിങ്ങൾ ചൂണ്ടുമ്പോൾ നിങ്ങൾക്കെതിരെ 2-3 വിരലുകളൊക്കെ ചൂണ്ടുന്നുണ്ട്. അതൊക്കെ ഇതുവരെയുള്ള ചരിത്രം. പക്ഷേ ഇത് ഒരു പ്രത്യേക കേസായി കണ്ടുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ആത്മപരിശോധന നടത്തേണ്ട സമയമാണ്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഉറപ്പിച്ച് പറയാം, ഇത് ഒരാളല്ല. DYFIയുടെയൊക്കെ ആരോപണങ്ങളുടെ വിശദമായ തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കുറച്ചുകൂടെ വ്യക്തമായി നമുക്കിതിനെ രാഷ്ട്രീയത്തിന് പുറത്ത് നിന്നുകൊണ്ട് കണ്ടെത്താനുള്ള ഒരു ആത്മാർത്ഥത കാണിക്കണം. 10 വോട്ടിന് വേണ്ടി ചില സ്കോർ സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരമായി ദയവ് ചെയ്ത് ഇതിനെ മാറ്റരുത്. അത്രയ്ക്ക് വൃത്തികെട്ട ഒരാളെക്കുറിച്ചാണ് നമ്മളിത് പറയുന്നത്. അത് കോൺഗ്രസിൻ്റെ നെഞ്ചത്ത്, കോൺഗ്രസ് തിരിച്ച് CPMൻ്റെ നെഞ്ചത്ത് അങ്ങനെയല്ല പറയേണ്ടത്. തെരഞ്ഞെടുപ്പ് വരും പോകും. പക്ഷേ ഈ ഒരു സംഭവം ഇത്തരം ആളുകളെ സമൂഹത്തിൽ നിന്ന്, പാർട്ടികളിൽ നിന്ന്, അധികാര പദവിയിൽ നിന്ന് ജനപ്രതിനിധികളാകാനുള്ള സാധ്യതയിൽ നിന്നെല്ലാം ഒഴിവാക്കേണ്ട സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഇനിയും കോൺഗ്രസ് തിരിച്ചു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വെറുതെ സമയം കളയരുത് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അല്ല, ഈ ഇലക്ഷന് വേണ്ടിയിട്ടും വോട്ടിന് വേണ്ടിയിട്ടും പിന്നെ ഇതൊന്നും പാർട്ടിയാക്കരുതെന്നാണ് ഇപ്പോൾ ജിമ്മി സാർ പറഞ്ഞത്. അതാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മാസം മുന്നേ കണ്ടത്. അങ്ങനെയുള്ള ശബരിമലയൊന്നും വാർത്തയാക്കിയിട്ടില്ലല്ലോ, ഇലക്ഷന് വേണ്ടി വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ള. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, കോൺട്രഡിക്ടറി ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നാ പറഞ്ഞത്. ജയിലിൽ കിടക്കുന്ന ഒരാളെ മാത്രം ഇത് ഉപയോഗിക്കരുതെന്നും അങ്ങോട്ട് വരുമ്പോൾ ഞാൻ 2 പേരുടെ കാര്യം പറയാം. എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്ന ഒരാൾ അങ്ങനെയാണെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാത്തത്? ഇത് MLA ആണെന്ന്, ജനപ്രതിനിധിയാണെന്ന് ജനങ്ങളെ ഡെയിലി ഏത് പാർട്ടിക്കാരനല്ലാത്തവർക്ക് ഇവരെ കാണണ്ടേ? പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം. അതാണ് MLA കാര്യവും MLA അല്ലാത്ത ആൾക്കാർ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അതാണ് പറഞ്ഞത്. MLA തന്നെ തീരുമാനിക്കും. പാർട്ടിക്കാരൊക്കെ മാറ്റിയെടുത്തു. രാഹുൽ മാങ്കൂട്ടൽ രാജിവെക്കണമെന്ന് പറഞ്ഞു വിചാരിക്കുക. രാജിവെക്കണമെന്ന് പറഞ്ഞാൽ പോരാ, ഇത് ആര് കൊടുത്ത പദവിയാണെന്ന് അതല്ല ആദ്യം മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് കൊടുത്ത പദവിയാണ്. പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് കൊടുത്തതാണ്. കോൺഗ്രസിന് എന്റെ അഭിപ്രായം അങ്ങനെ ചെയ്യണം തന്നെയാണ്. അതിനുശേഷം ഞാൻ ചോദിക്കുന്നത്, ജയിലിൽ കിടക്കുന്ന ഒരാളെ പാർട്ടി സസ്പെൻഡ് അതൊക്കെ ശരി. ഞാൻ അതിനല്ല ഞാൻ പറഞ്ഞത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം കിട്ടിയ വോട്ടാണോ പാലക്കാട്? കോൺഗ്രസിനും കൂടി കിട്ടിയ വോട്ടാണ്. അതുകൊണ്ടാണ് അന്നത്തെ സമയം പറയുന്നത് എന്ത്, രാഹുൽ ഇതുവരെ ഒന്നാമത്തെ പരാതി വന്നപ്പോഴും രണ്ടാമത്തെ പരാതി വന്നപ്പോഴത്തേക്ക് ഈ അടൂർ പ്രകാശൊക്കെ UDF കൺവീനറൊക്കെ എന്താ പറഞ്ഞതെന്നറിയോ? അതൊക്കെ ശബ്ദമാണെന്നാണ് പറഞ്ഞത്. റിപ്പോർട്ടർ TV ആണ് ആദ്യം തുടങ്ങി ഈ വാർത്ത, നിങ്ങൾക്ക് അറിയാലോ, റിപ്പോർട്ടർ TV ആണ്. റിപ്പോർട്ടർ ആദ്യം തുടങ്ങി ഈ വാർത്ത ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ TVൻ്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് എന്തിനാണെന്നറിയോ? മാർച്ച് ശബ്ദരേഖ പുറത്തുവിട്ടതിന് തൃശ്ശൂർ ഓഫീസിലേക്ക് കരിയോൽ ഒഴിച്ചു. എന്തിനു വേണ്ടിയിട്ടറിയോ? 4 വണ്ടി തല്ലിപ്പൊളിച്ചു. 4 എണ്ണം. റിപ്പോർട്ടർ TVയുടെ 4 വണ്ടി തല്ലിപ്പൊളിച്ചു. ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. തൃശ്ശൂർ ബ്യൂറോയിലേക്ക് കരിയോൽ ഒഴിച്ചു. 4 എണ്ണം ജയിലിൽ പോയി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദരേഖ പുറത്തുവിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നടത്തിയിട്ടാണ് ആൾക്കാർ വന്ന് പറയുന്നത്, അയ്യോ ഞങ്ങൾ എന്ത് മാതൃകാപരമായ നടപടിയാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചത്. പെട്ട് കഴിഞ്ഞിട്ട് 1-ലും അല്ല 2-ലും അല്ല 3-ലും അല്ല, 2 പേർ പരാതി കൊടുത്തിട്ടില്ല കേട്ടോ. 2 പേര് പരാതി കൊടുത്തിട്ടില്ല, 3 എണ്ണമാണ്. അന്നേ നമ്മൾ പറയുന്നുണ്ട് 5 പരാതിയുണ്ടെന്ന് പറയുന്നുണ്ട്. ആരും കേട്ടില്ലല്ലോ. അന്നെന്താ പറഞ്ഞത്? അയ്യോ ഇപ്പോഴത്തെ ഒരു ശൈലി എന്താണെന്നറിയോ? ഒരു സ്ത്രീ പരാതിയായിട്ട് മുന്നോട്ട് വന്നാൽ സ്ത്രീക്ക് എന്തോ പ്രശ്നമുണ്ട് ആദ്യം വരുത്തി തീർക്കുകയാണ്. സ്ത്രീ എന്തോ കുറ്റക്കാരിയാണ്, സ്ത്രീക്ക് എന്തോ പരാതിയുണ്ട്. എന്നാ പരാതിയിൽ പറഞ്ഞ കാര്യമാണ്, FISൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവസാനം ഈ പറഞ്ഞ സൈബർ അറ്റാക്ക് പേടിച്ചിട്ടാണ് വാർത്ത. ഇതല്ലേ പ്രശ്നം? സൈബർ അറ്റാക്ക് നടത്തിയതാരാ? യൂത്ത് കോൺഗ്രസ് CPM-മാരാ? DYFI, SFI ഏതെങ്കിലുമാണോ? ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പണിയാളികൾ നിന്നിട്ട് സൈബർ അറ്റാക്ക് നടത്തിയതല്ലേ? സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? എന്ത് നടപടിയാണ് സ്വീകരിച്ചേ?
ഏത് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി സ്വീകരിച്ചേ? ആർക്കെങ്കിലും നമ്മൾ പറയുമ്പോൾ അയ്യോ മാതൃകാപരമായി എന്ത് മാതൃക നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മാതൃക എടുത്തിട്ടില്ല എന്ന് ജനങ്ങൾ ചവിട്ടി പുറത്താക്കുന്നു കണ്ടപ്പോൾ എടുത്ത നടപടിയാണിത്. അല്ലാതെ കോൺഗ്രസ് സ്നേഹത്തോടു കൂടി ഒന്ന് പുറത്താക്കുമെന്ന് വിചാരിച്ച് പുറത്താക്കിയതാ ഒന്നുമല്ല. പറയുമ്പോൾ എന്താണ് പറയുന്നത്? അയ്യോ ഞങ്ങൾ വേറെ എവിടെയാണ് നടത്തിയത്? വേറെ എവിടെ ഇങ്ങനെ നടന്നിട്ടില്ല എന്ന്. വേറെ കേരളത്തിൽ എവിടെ നടന്നത്? ഒരു പെൺകുട്ടിയെ പിടിപ്പിക്കുക, 2 പെൺകുട്ടിയെ പിടിപ്പിക്കുക, 3 പെൺകുട്ടിയെ പിടിപ്പിക്കുക, 1ാമത്തെ ഗർഭചിത്രം നടത്തുക, 2ാമത്തെ ഗർഭചിത്രം നടത്തുക, 3ാമത്തെ ഗർഭചിത്രം നടത്തുക. ഇത് എവിടെയാണ് കേട്ടിട്ടുള്ളത്? ഇതിന് സമാനമായ ഒരു കേസ് പറ. ഇതിനെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തരിമ്പ് സാമ്യമുണ്ടോ ഇതുമായിട്ടുള്ളത്? ഇത് ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണേ. 3 ലോകത്ത് ജീവിക്കാൻ അനുവാദമുള്ള 3 കുഞ്ഞുങ്ങളെ കൊന്ന കേസാണ്. അതിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. കേരള രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലെ MLA ഒരു ചെയ്യുന്ന പണിയാണ് കേട്ടോ. ആ പണിക്ക് MLA സ്ഥാനം കൊടുക്കുന്നതിന് മുൻപേ ഒരു സൂചനയും കിട്ടിയിട്ടുണ്ടല്ലോ. ഈ നമ്മുടെ റിനിയൻ ജോർജ് വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അതിന് സൂചന നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ. അന്ന് നടപടിയെടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന അവസ്ഥ വരുമായിരുന്നോ? അന്ന് നടപടിയെടുത്താൽ ഈ അവസ്ഥ വരില്ല എന്ന്. ഇന്നും നടപടിയെടുക്കാതെ കോൺഗ്രസിലെ ആൾക്കാരുണ്ടെന്ന്. ഇന്ന് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വടകര ഭാഗത്തേക്കൊക്കെ എന്തിനാ വടകര MLA വടകര ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നത്? എന്തുകൊണ്ടാണ്? പാലക്കാട് ഫ്ലാറ്റ് മേടിക്കാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ വടകര എന്തുകൊണ്ടാണ്? ഇതൊരു ഗ്യാങ് അല്ലേ? നമ്മൾ അന്ന് ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ടോ? നിങ്ങളൊരു നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് റോഡ് സൈഡിൽ ചെക്കിങ് നടത്തിയ സമയത്ത് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു വീഡിയോ പുറത്ത് വന്നായിരുന്നല്ലോ അല്ലേ? ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാം കൂടി കൂടിയിട്ട് PK ഫിറോസ് എല്ലാം കൂടി അതിനുശേഷമാണ് ഈ റീലുകൾ വന്നത്. ആ റീലുകൾ വരുന്ന സമയത്ത് ആ ടീം എന്താ ചെയ്തതെന്നുള്ളത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാമെന്ന്. എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. എല്ലാവരും അതിന് സൂചനകൾ അന്നേ നൽകുന്നുണ്ട്. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും കാണുന്നുണ്ടോ? അതെന്താ പറയുന്നതെന്നറിയോ? ഞങ്ങൾക്കൊരു 2ാം നിര നേതാക്കന്മാരുണ്ട്. ഈ 2ാം നിര നേതാക്കന്മാരെ തകർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇറത്തിരിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ? എത്ര നാളാണ് സൈബർ അറ്റാക്ക് നമ്മളൊക്കെ നേരിട്ടത്? റിപ്പോർട്ടർ TV മാത്രം എത്ര സൈബർ അറ്റാക്ക് നേരിട്ടു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ദിവസം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കേസിനെ കേസായിട്ടും ഈ പറയുന്ന തെറ്റുകളെ തെറ്റായിട്ടും കാണാൻ പഠിക്കണ്ടേ? ഇന്നും നോക്കിക്കേ. ഇന്നും ഞാൻ പറയുന്നത് എന്താ? ഇന്നും പല ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു. ഞാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നിങ്ങൾ വനിതാ നേതാക്കന്മാരോട് വിളിച്ച് ചോദിച്ചു നോക്ക്. ഞാൻ ലിസ്റ്റ് തരാം. 2, 3, 4 ആൾക്കാരെ ലിസ്റ്റ് തരാം. അവരെ വിളിച്ച് ചോദിച്ചു നോക്ക് എന്താണ് യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാനത്തെ പല നേതാക്കന്മാരും ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു നോക്ക്. പല ജനപ്രതിനിധികളും ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു നോക്ക്. അവരോട് പരാതി പറയാൻ പോകുന്നത് കേൾക്കാനുള്ള മനസ്ഥിതി കാണിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയുന്ന സമയത്ത് അതെങ്കിലും മനസ്സിലാക്കി. കാരണം ഒരു പെൺകുട്ടിയാണ് വന്ന് ഈ കാര്യം പറയുന്നത് എന്തെങ്കിലും മനസ്സിൽ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ശരിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് അതീതമായി ഇതുപോലെയുള്ള പരാതികളെ കൈകാര്യം ചെയ്യാൻ പറ്റണം. ഞാൻ പറഞ്ഞു, ഒരാൾ പർപ്പസ്ഫുള്ളി ഒരാളെ ഉപദ്രവിക്കാൻ വന്നാണെങ്കിൽ നമുക്ക് പറയാം. പർപ്പസ്ഫുള്ളി ഒരാൾ ഒരു സ്ത്രീ പെടുന്ന പരാതി കൊടുക്കുന്നു, അവരെ എന്തെങ്കിലും സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൈകാര്യം ചെയ്തതാണ്, അത് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാകാത്ത ആൾക്കാരല്ല. അങ്ങനെ പരാതി ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ. ഒരു പരാതി അങ്ങനെ വാർത്തയാവുന്നില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അത്ര അതമതിച്ചിട്ടുണ്ടോ? അത്രമില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട 10 മാധ്യമ ചാനലുകളുണ്ട്. കേരളത്തിലെ വാർത്താ ചാനലുകളുണ്ട്. ആ ചാനൽ ഏതെങ്കിലും അടുത്ത കാലത്ത് അങ്ങനെ വാർത്ത വന്നിട്ടില്ലല്ലോ. വരുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടെന്ന് അന്വേഷിക്കും. അതിനപ്പം തന്നെ അങ്ങ് തള്ളും. വാർത്ത വന്ന് അത് എന്താണെന്ന് പോലും അന്വേഷിക്കുന്നതിന് മുന്നിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമസ്ഥാനം റിപ്പോർട്ടർ TVൻ്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ഈ പറഞ്ഞ ശബ്ദരേഖ ഉണ്ടെന്ന് ചോദിച്ചു. ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ശബ്ദരേഖയാണ്. ഇതൊക്കെ ഉണ്ടാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടെന്താ അതിന് കഴിഞ്ഞ് എത്രയോ നാളുകൾ കഴിഞ്ഞ് എത്രയോ അവസ്ഥകൾ കഴിഞ്ഞ് ഒന്നാമത്തെ രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടിയപ്പം എന്താ പറഞ്ഞേ? ഇതൊക്കെ വ്യാജ പരാതിയാണെന്ന് എഴുതി തള്ളി. അങ്ങനെ ഒരു സംഭവമില്ല. ഇലക്ഷനെ മുന്നിൽ കണ്ടിട്ട് പിണറായി സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാരിനെതിരെ ഒരു ആയുധം കണ്ടെത്തി എന്ന് പറഞ്ഞ് അതാണോ ആയുധം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്താ പറയുക? ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഈ പറഞ്ഞ ഭ്രൂണത്തിൻ്റെ അംശം ആ കുട്ടി സൂക്ഷിച്ചു വെച്ചെന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട തെളിവ്. അല്ലെങ്കിൽ ഇത് തന്നെ പറഞ്ഞേനെ, DNA പരിശോധനയ്ക്ക് മാറ്റി വെച്ചോണ്ട്. അല്ലെങ്കിൽ ഇത് തന്നെ പറഞ്ഞേനെ, അത് അവരങ്ങോട്ട് അയച്ചതല്ലേ ഇവരിങ്ങോട്ട് അയച്ചതല്ലേ. എന്തൊക്കെയാണ് മേടിപ്പിക്കുന്നതെന്ന് നോക്കിക്കേ. നിങ്ങൾ നോക്കിക്കേ. ഷാമ്പു മേടിപ്പിക്കുന്നു, പിന്നെ ക്രീം മേടിപ്പിക്കുന്നു, ചെരുപ്പ് മേടിപ്പിക്കുന്നു, വാച്ച് മേടിപ്പിക്കുന്നു, ഫ്ലാറ്റ് മേടിപ്പിക്കുന്നു. ആരെ കൊണ്ടാ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ നേരത്തെ കളങ്കാവൽ സിനിമേൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. പാറ്റേൺ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഭർത്താവുമായി തെറ്റി നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തുക,
അപ്പോൾ അത്യാവശ്യം പേടിപ്പിച്ചാൽ പേടിക്കുമെന്നുള്ള കുട്ടികളെ കണ്ടു. ഇത് ഒരാളുടെ പാറ്റേൺ ആണെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഫെനി വന്നല്ലോ, ഫെനി നയനൻ രണ്ടാമത്തെ കേസിൻ്റെ അകത്തും പിന്നെ ഫെനീൻ്റെ പേര് വന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ നടക്കുന്ന ആൾക്കാരില്ലേ, ആ ആൾക്കാർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോഴല്ലോ പഞ്ചായത്ത് ഇലക്ഷന് സീറ്റ് കൊടുത്ത പാർട്ടിയാണ്. ഈ പറയുന്ന പ്രശ്നം മുഴുവൻ നടക്കുമ്പോഴും ആദ്യത്തെ പേര് വന്നപ്പോഴുണ്ടല്ലോ അവിടെ പഞ്ചായത്ത് ഇലക്ഷന് സീറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതാണ് ഒരു നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യത്തിനും ന്യായീകരിച്ച് തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണുന്നത്. ഇതാരും നമ്മളെന്താ പറയുന്നത്, ഇത് ഇപ്പം ഞാൻ പറയാൻ പറഞ്ഞത് കോൺഗ്രസിനെതിരെ ആയുധം കിട്ടി ഭയങ്കര, അങ്ങനെയല്ല. കോൺഗ്രസിനെതിരെ കിട്ടുന്ന ആയുധമല്ല ഉപയോഗിക്കുന്നത്. ഇവർ ചെയ്യുന്ന പ്രശ്നങ്ങളെ എടുത്ത് പുറത്ത് കാണിക്കുന്നത് മാത്രം. അത് നിങ്ങളുടെ പാർട്ടിക്ക് നല്ലതാണെന്ന് നിങ്ങൾ ഇന്നും അന്വേഷിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനേക്കാളും വലിയ പ്രശ്നത്തിൽ പോയി ചാടും. ഇപ്പോൾ അന്വേഷിച്ച് ഇതിന് നടപടി എടുത്താൽ ഇനിയുണ്ട് 10, 80, 90 ദിവസം ഇലക്ഷന്. അതിന് മുന്നേ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നത്തിൽ പോയി ചാടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ വടകര വഴിക്ക് ഇനിയും വണ്ടികളോടും. അത് തന്നെയാണ് പറയാനുള്ളത്. MLA സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. പുറത്താക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആവശ്യവും. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിസ്സഹായാവസ്ഥ നടിക്കുന്ന കോൺഗ്രസിനോടാണ് എനിക്ക് 2 ചോദ്യങ്ങളുള്ളത്. ഒന്ന്, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് KPCCയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്, അന്ന് പാലക്കാടിൻ്റെ MLA, വടകരയുടെ MP ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടേക്ക് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്കുള്ളൊരു സുരക്ഷിതമായ നിക്ഷേപമായിരിക്കും, ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഈ മണ്ഡലത്തിലുള്ള ഒരു വോട്ടർമാർക്കും തലകുനിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. പറഞ്ഞത് ഷാഫി പറമ്പിലാണ്. പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, അന്ന് പറഞ്ഞതിൽ ഇന്ന് ദുഃഖിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അന്ന് പാലക്കാട്ടേക്ക് അടൂരുകാരനായ പത്തനംതിട്ടയിലെ ഏതെങ്കിലും അടൂരോ കോന്നിയിലോ അതല്ലെങ്കിൽ ചെങ്ങന്നൂരോ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് പോലൊരു ഷുവർ സീറ്റിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന് പിന്നിലെ ബുദ്ധി ആരുടേതാണ്? അത് ഷാഫി പറമ്പിലിൻ്റെതാണ്. ആ ഷാഫി പറമ്പിൽ അന്ന് VD സതീശൻ ഷാഫി പറമ്പിലിനോടൊപ്പമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. ആ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ചില രാഷ്ട്രീയ സമവാക്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് അടൂരുകാരനായ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏറെ പരാതികൾ അതിനു മുൻപ് തന്നെ കേട്ടു തുടങ്ങിയ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന് ഉത്തരവാദിത്വം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കു തന്നെയാണ്. ആ നേതാക്കൾക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പാലക്കാട്ടെ ജനങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ നയിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതിൻ്റെ പേരിൽ, പാലക്കാടിൻ്റെ ജനനായകനെന്ന് തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിൽ കോൺഗ്രസ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടണം. ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ പാർട്ടിയിലുള്ളിൽ ഇല്ലല്ലോ, എങ്കിൽ പിന്നെ യൂത്ത് കോൺഗ്രസ് എന്താ സമരത്തിനിറങ്ങാത്തത്? എന്തുകൊണ്ടാണ് യുവജന സംഘടന സമരത്തിലിറങ്ങാത്തത്? ഇന്ന് തെരുവിൽ DYFIയും യുവമോർച്ച കാര്യം മാത്രമല്ലേ കണ്ടുള്ളൂ. എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധിക്കാത്തത്? നിങ്ങൾ ആ സ്ഥാനം രാജിവെക്കുമെന്ന് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ് ആർജവത്തോടു കൂടി പറയാത്തത് എന്താണ്? ഭയമാണ്. ആ ഭയത്തിൻ്റെ കാരണമെന്താണ്? അന്ധഭയം ഇരിക്കട്ടും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതെ പറയുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇനിയും പാസ്വേഡ് കൊടുക്കാത്ത ആ ഐഫോണുകൾ ഒന്ന് തുറന്ന് പരിശോധിക്കണം. അതിലെ ലിങ്കുകൾ, അതിലെ ചാറ്റുകൾ, അതിലെ ദൃശ്യങ്ങൾ, അതിലെ ചിത്രങ്ങൾ, അത് ആർക്കൊക്കെയാണ് ഭീഷണിയായി മാറുന്നത് എന്നുള്ളത് ആ സമയത്ത് നമുക്ക് കണ്ടറിയാം. അത്രയും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. വിവരങ്ങൾ ഇനിയും വരാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഇത് 3 എപ്പിസോഡുകളില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 20ഓളം ഇത്തരത്തിലുള്ള കഥകൾ പുറത്ത് പ്രചരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 1-2 എണ്ണം ഒരുപക്ഷെ അടുത്ത് തന്നെ വന്നേക്കാം. കാരണം ഈ അതിജീവിതമാർക്ക് കൂടുതൽ ധൈര്യം കിട്ടി വരുന്നൊരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാരണം, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയുന്നത്? എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും വിൻസെന്റ് MLA കാര്യത്തിലും മുകേഷ് MLA കാര്യത്തിലും ബാധകമല്ലാത്ത ഒന്ന് ഇവിടെയുണ്ട്. എന്തെന്നാൽ തുടർച്ചയായ അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടാണ് ഈ ഇരകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു വേട്ടക്കാരനെ പോലെ. അതിന് MLA സ്റ്റാറ്റസ് കൂടി ഉപയോഗിക്കുന്നു. ആദ്യം ഇവരെയൊക്കെ പീഡിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്, ഞാൻ സെലിബ്രിറ്റിയാണ് എന്ന മട്ടിലാണ്. ആ അധികാര ദുർവിനിയോഗം നടത്തിയാണ് ഈ റൂം എടുക്കുന്നതിന് കാര്യം പറയുന്നത്. അതായത് എങ്ങനെയാണ് അധികാര ദുർവിനിയോഗം നമുക്കിതിൽ നിർവചിക്കാൻ പറ്റുക? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ MLA പോലും ആയിട്ടില്ലെന്ന് ഓർമ്മിക്കണം. ആ സമയത്ത് തന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട്, അഥവാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന പാവപ്പെട്ട ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിലെ പിള്ളേര് അത് വ്യാജമല്ലെങ്കിൽ അല്ലാതെയെങ്കിലും തിരഞ്ഞെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പദവിയുണ്ടല്ലോ, ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കാനും യുവജന സംഘടനയെ പോഷിപ്പിക്കാനും കൊടുത്തിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ചായ കുടിച്ചാൽ അത് പ്രൈവറ്റ് സ്പേസ് അല്ലാത്തതുകൊണ്ട് പ്രൈവറ്റ് സ്പേസിലേക്ക് കൊണ്ടുപോയി പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ഉപയോഗിച്ച പദവി, അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന അധ്യക്ഷ സ്ഥാനമാണ് സാർ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ പീഡിപ്പിക്കുന്നത്. അപ്പോൾ MLA എന്ന നിലയിൽ ഇയാൾ എന്തൊക്കെ കാണിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു MLA അല്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന് ഇത്രയും അധികം
പെൺകുട്ടികളെ, ഇത്രയും അധികം യുവതികളെ പീഡിപ്പിക്കാമെങ്കിൽ MLA സ്ഥാനത്തിരുന്നു കൊണ്ട് എങ്ങനെയായിരിക്കും അയാൾ ചെയ്യുക? അയാളുടെ എങ്ങനെയാണ് സൗഹൃദം സ്ഥാപിക്കുന്നത്? ഒരു ഗൂഗിൾ പേ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ പേരിൽ അയച്ചു കൊടുത്താൽ അവിടേക്ക് തിരിച്ച് ഹായ് മോളൂസെ ജാടയാണോ സുഖമാണോ എന്നാണ് ഇയാൾ ചോദിക്കുക. ഗൂഗിൾ പേ, ഈ ഒരുപക്ഷെ കേരളത്തിൽ ഗൂഗിൾ പേയുടെ ചാറ്റ് ഇത്തരത്തിലുള്ള ചാറ്റുകൾക്ക് വേണ്ടി ഉപയോഗിച്ച ആദ്യത്തെ ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് എന്താ? തെറ്റായിപ്പോയൊരു മെസ്സേജ്, ഫ്ലിപ്കാർട്ടിൻ്റെ തെറ്റായ മെസ്സേജ് രാഹുൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ അയച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിപ്പോയി. ആ തെറ്റായ മെസ്സേജിൽ പിടിച്ചാണ് ഹായ് മോളെ സുഖമാണോ എന്ന് ചോദിച്ചു തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരാൾ, അയാളുടെ ഓഫീസിലേക്ക് വരുന്ന ജനങ്ങൾ, സ്ത്രീകൾ, അവിടെ പ്രായമായവർ, പ്രായമല്ലാത്ത കുട്ടികൾ, ഇവരൊക്കെ എന്ത് വിശ്വാസത്തിലാണ് ഇനി MLAയുടെ ഓഫീസിലേക്ക് പോവുക? അധികാര ദുർവിനിയോഗം നടത്തിയെന്നതിന് മുന്നിൽ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഇയാളെ MLA സ്ഥാനം രാജിവെക്കുന്നത് തന്നെയാണ് ഉചിതം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അത് ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമായിരുന്നു. ഇന്നത്തെ FIS-ലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവിൻ്റെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ചൂരൽമല മുണ്ടക്കൈ ഫണ്ട് പിരിവിൻ്റെ മറവിൽ ഈ പെൺകുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇയാൾ ചെയ്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പണം കൊടുത്തിട്ടുണ്ട്, അത് മറ്റൊരു രീതിയിലാണ് ആ പണം കൊടുത്തിരിക്കുന്നത്. ആ ഫണ്ട് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് കൂടാരം, അവിടുത്തെ കൂടണയേണ്ട മനുഷ്യർക്ക് കൂട് ഒരുക്കി കൊടുക്കേണ്ട ആ പണം ഇയാൾ ഈ പറയുന്ന വൃത്തികേടിന് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടി ഒരു ദുരന്തബാധിത മേഖലയിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട പണത്തിൽ പോലും തിരിമറി നടത്തിയ ആളെ എങ്ങനെയാണ് ഒരു മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ നിങ്ങൾ കൊണ്ടുപോവുക? ഞാൻ പറഞ്ഞില്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആ FIS എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ അധികാര വീഡിയോ ചോദിച്ചിട്ടില്ല കേട്ടോ. അതെ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഈ യൂത്ത് കോൺഗ്രസ് 30 വീടുകൾക്ക് കൊടുത്ത പണം കൈമാറിയിട്ടില്ല. ആ വീട് ഇതുവരെയും വീടിന് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തിയിട്ടില്ല. 2-3 ദിവസത്തിനുള്ളിൽ സ്ഥലമൊക്കെ കണ്ടെത്തുമെന്ന് പറയുന്നുണ്ട്. മറുഭാഗത്ത് മറ്റൊരു യുവജന സംഘടനയുണ്ട്, DYFI, 20 കോടി സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി 100 വീടിനുള്ള പണം കൈമാറിക്കഴിഞ്ഞു. മറുഭാഗത്ത് 30 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് ഇതുവരെ പണം കൈമാറിയില്ലെന്ന് മാത്രമല്ല, അവർ പിരിച്ച ഫണ്ടിൽ നിന്നും ആ പണം ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുവേണ്ടി ആ പെൺകുട്ടിയെ വശീകരിക്കാൻ വേണ്ടി ആ പണം ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതിലും ക്രൂരമായ ഒരു കാര്യം ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ ചെയ്യാൻ കഴിയുമോ? എന്നിട്ടും ആ നേതാവിൻ്റെ രാജി ആവശ്യപ്പെടുന്നില്ലെങ്കിൽ എന്ത് ധാർമ്മികതയാണുള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി ഒരു കാര്യം കൂടി പറയാം, ഇതിൽ ഈ പെൺകുട്ടിയെ തന്നെ ചൂഷണം ചെയ്ത് നോക്കൂ. സാമ്പത്തിക ചൂഷണത്തിൻ്റെ കഥ കൂടി മറ്റ് 2 കേസുകളിലും ഇല്ലാത്തൊരു കഥ കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അയാളുടെ കൈ കെട്ടാൻ ഫോസിലിൻ്റെ വാച്ച്, ഗാന്ധിയെ ആദരിക്കുന്ന ലാളിത്യത്തിന് മുഖമുദ്രയായ ഖദർ ധരിച്ച് നടക്കണമെന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ യുവ നേതാവിന് 10,000-ൽ കുറയാത്ത ഫോസിൽ വാച്ച് അല്ലാതെ മറ്റൊന്നും കയ്യിൽ കയറൂല. ആ പെൺകുട്ടിയെ പരിചയപ്പെട്ട ഫോസിൽ വാച്ചിൽ വേണമെന്ന് ആവശ്യപ്പെടുക, തലയിൽ തേക്കുന്ന ഷാമ്പു മുതൽ മുഖത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കളടക്കം പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വില കൂടിയ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുക, ഇട്ട് നടക്കുന്ന ചെരുപ്പ് മുതൽ ഈ ചീകി ഒതുക്കി വയ്ക്കുന്ന തലമുടി വരെയിൽ ഉപയോഗിക്കാനുള്ള ഷാമ്പു വരെ പെൺകുട്ടിയിൽ നിന്ന് ഊറ്റി ജീവിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും അധികാര സ്ഥാനത്ത് തുടരുമ്പോൾ, ഇത്രയും അധികം സ്വാധീനശേഷിയുള്ള ഒരാളായിട്ട് തുടരുമ്പോൾ എത്ര മാത്രമായിരിക്കും അയാൾ നടത്തുന്ന വെട്ടിപ്പുകളെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അധികാര ദുർവിനിയോഗം, സാമ്പത്തിക ചൂഷണം, ഒപ്പം തന്നെ ഇയാളിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ, യൂത്ത് കോൺഗ്രസ് തന്നെ ഇയാളുടെ രാജി ആവശ്യപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. DYFI ആവശ്യപ്പെടുന്നത് പോലെ, യുവമോർച്ച ആവശ്യപ്പെടുന്നത് പോലെ, കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് തന്നെ ഇയാളുടെ രാജി ആവശ്യപ്പെടണം. കാരണം he is no more a Congress. He doesn't deserve to be called as a congressman. അയാൾ കോൺഗ്രസിലെ മനുഷ്യനാണ്, ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് വിളിക്കാൻ അർഹതയില്ലാത്ത ഒരാളാണ് ഇയാൾ എന്നുള്ളത് ഇതിനകം തന്നെ വെളിവാക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസും അയാളുടെ രാജി ആവശ്യപ്പെട്ട് നിരത്തിലിറങ്ങുക എന്നതാണ് ഇനിയെങ്കിലും ഈ പൊതുജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ചെയ്യുക. പിന്നെ മാതൃകാപരമായ കാര്യം, അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഈ പരാതികൾ KSU കാലഘട്ടം മുതൽ ഇയാൾക്കെതിരെയുള്ള പരാതികൾ നേതാക്കന്മാരുടെ ചെവികളിൽ ഉണ്ടായിരുന്നിട്ടും ഇയാൾക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കൊടുത്തത്, ഇയാളെ പാർലമെന്ററി പദവിയിലേക്ക് കൊണ്ടുവന്നത്, MLA സ്ഥാനം കൊടുത്തത്, ഇയാളെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിലനിർത്തിയത്, ഭാവിയിലെ ഇൻവെസ്റ്റ്മെന്റ് ആകുമെന്ന് പറഞ്ഞത്, കീ ക്യാമ്പയിനറാക്കി മാറ്റിയത്, ടെലിവിഷൻ സ്പോക്ക് പേഴ്സൺ ആക്കി മാറ്റിയതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഈ പറയുന്ന നേതാക്കൾക്കുണ്ട് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ പുറത്താക്കണ്ടേ എന്ന ചോദ്യത്തിന് പുറത്താക്കണം എന്നാണ് 4 പേരുടെയും അഭിപ്രായം. Meet the editors.